അങ്ങനെ ഹരിയാനയിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ അപ്രതീക്ഷിതമായ ട്രെയിൻ എഞ്ചിൻ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. അതും ട്രെയിൻ എഞ്ചിൻ കാണാതായി 3 മാസത്തിന് ശേഷമാണ് മുംബൈയിലെത്തിയത്. എഞ്ചിൻ എത്തിക്കാൻ കരാറെടുത്ത കമ്പനികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറിയത്. ഹരിയാനയിലെ കൽക്കയിലേക്ക് ഒരു ട്രെയിൻ എഞ്ചിൻ എത്തിക്കണം, അവിടെ നിന്ന് ഒന്ന് തിരികെ മുംബൈയിലേക്കും കൊണ്ടുവരണം. ഇതായിരുന്നു കരാറുകാരോട് ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ടത്. കരാറെടുത്ത കമ്പനി രാധ റോഡേഴ്സ് എന്ന മറ്റൊരു കമ്പനിക്ക് ഉപകരാർ നൽകി. തുടർന്ന് ഏപ്രിൽ 27-ന് എഞ്ചിൻ കൽക്കയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ തിരികെ മുംബൈയിലേക്ക് കൊണ്ടുവരേണ്ട എഞ്ചിനുമായി ഉപകരാർ എടുത്ത കമ്പനി മുങ്ങുകയായിരുന്നു. ഇത് എങ്ങോട്ട് പോയെന്നോ എവിടേക്ക് അപ്രതീക്ഷിതമായെന്നോ ഒരു വിവരവുമില്ല. സർവത്ര നാടകീയ രംഗങ്ങളായിരുന്നു പിന്നീട് അരങ്ങേറിയതെല്ലാം. മുഴുവൻ തുകയും ആദ്യമേ തരണമെന്നായിരുന്നു ഉപകരാറുകാരൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാത്തതായിരുന്നു എഞ്ചിൻ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായിട്ടുള്ള പ്രകോപനം. സാധനം എത്തിയാൽ മുഴുവൻ തുകയും തരാമെന്ന് കരാറുകാരനും ഉറച്ചു നിന്നു. എന്നാൽ 1 ലക്ഷം നൽകേണ്ട സ്ഥാനത്ത് ഇനി 60,000 രൂപ അധികം തരണമെന്ന നിലപാടിലായി ഉപകരാറുകാരൻ. ഇതിനായി ന്യായം പറഞ്ഞതോ കൽക്കയിലേക്ക് കൊണ്ടുപോയ എഞ്ചിന് ചെറിയ കേടുപാട് പറ്റിയെന്നും അതിന്റെ പിഴ നൽകേണ്ടി വന്നെന്നുമാണ്. അങ്ങനെ ഒടുവിൽ വിഷയം പോലീസിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് ഉപകരാറുകാരനെ കണ്ടെത്തുകയും പിന്നാലെ എഞ്ചിൻ രാജസ്ഥാനിലുണ്ടെന്ന വിവരം കിട്ടുകയും ചെയ്തു. രാജസ്ഥാനിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് ഒടുവിൽ ട്രെയിൻ എഞ്ചിൻ കണ്ടുകിട്ടിയത്. 5 കോടി രൂപ വില വരുന്നതാണ് കാണാതായ എഞ്ചിൻ. ട്രെയിലറിലാണ് എഞ്ചിൻ സൂക്ഷിച്ചിരുന്നത്. മെയ് 2-നാണ് എഞ്ചിൻ ട്രക്കിൽ കയറ്റിയത്. കേസിൽ നിയമ നടപടികൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. സംഭവത്തിൽ ഉപകരാർ എടുത്തിരിക്കുന്നയാൾക്കെതിരെ വിശ്വാസവഞ്ചന, വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും മുംബൈയിൽ എത്തിച്ച എഞ്ചിൻ റോഡരികിൽ ആളുകൾക്കിപ്പോൾ കൗതുക കാഴ്ചയായി മാറുകയാണ്.